തങ്ക ഇവിടെ മീൻചാകര പോലെ പോകുന്ന എല്ലാരും എടാ ഫ്രണ്ടിൽ പോകുന്നവന്മാർ ലാസ്റ്റ് ആണോ തങ്ക പറയുന്നത്. ഹൈവേ ആയിട്ട് അറിയാലോ നമ്മടെ സ്ഥിരം വഴി ബൈക്ക് റേസ് കണ്ണനെ തോപ്പിക്കാനാടാ സിറ്റിയിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല. ഇതൊക്കെ വേറെ വഴി കൂടെ ആൾക്കാർ ചേർന്ന് ഇതൊക്കെ എന്തൊരു നീ ബൈക്ക് ഓടിച്ച് ഒതുക്കി പോ, അതേ ഉള്ളു രക്ഷ. ആടാടാ മോനെ ഇതില് ഇത്രേ ഉള്ളു. പിങ് ചെയ്തിട്ടില്ലേ അവിടെ വണ്ടികളുണ്ട്, നിങ്ങൾ എല്ലാരും വരൂ, എല്ലാരും വരും എന്റെ കൂടെ വരും. ഓടിക്കോളൂ. തങ്ക ഇവിടെ മീൻചാകര പോലെ പോകുന്ന എല്ലാരും വണ്ടി കേറിയത് ഹോട്ട്വെയർ ചെയ്യ, അതിനുശേഷം പറയും പോകാനുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ ശേഷം വണ്ടി എല്ലാരും വണ്ടിയിൽ കേറി ചെക്ക് ചെയ്യാ. ഒരുപാട് ദൂരം ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നവര് ഒന്നേ കിക്ക്. ഓക്കെ, ഡെഡ് ആയിട്ടുണ്ടോ പെട്രോൾ അടിച്ചു വെക്കണം. എല്ലാരും വണ്ടി കയറി ഇരിക്കണം, ആരും പിച്ച് ചെയ്യരുത്. അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക്. ലൊക്കേഷൻ എവിടെയാണെന്ന് പറയോ? പറയാം. എല്ലാവർക്കും വണ്ടി കിട്ടട്ടെ, ആദ്യം എല്ലാവർക്കും വണ്ടി കിട്ടട്ടെ. വണ്ടി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഹലോ അനങ്ങാൻ പറ്റുള്ള എന്റെ വണ്ടി കയറിക്കോ. എടാ എന്നെ ഇടിച്ചടാ ഇടിച്ചടാല്ലോ. എടാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, കാര്യമായിട്ട് പറഞ്ഞാ. അതൊന്ന് തുറന്നിട്ട് മാറ്റിയാ മതി, മാപ്പ് തുറന്നിട്ട് മാറ്റിയാ മതി. എന്തൊക്കെയോ അടിച്ചു കേട്ടാൻ. ലൈവന്റ് ആയാലോ? ഹലോ ലൈവന്റ് ആയോ എന്റെ? ഹലോ മയിരൂമ്പി ലൈവന്റ് ഗ്യാപ്പില് ലൈവന്റ് ആയില്ല കേട്ടാ. എല്ലാരും സഹകരിച്ചേ പറ്റൂ. എല്ലാ സ്വിച്ചും പിടിച്ചേക്കാൻ തങ്കോ വാ ഫ്രണ്ടിലോട്ട്. ഫ്രണ്ടിൽ പോകുന്നവന്മാർ ലാസ്റ്റ് ആണോ തങ്ക പറയുന്നത്. സൈലന്റ് ആവണം, റേഡിയോ സൈലന്റ് ആവണം, എന്നാലേ റൂൾസ് പറയാൻ പറ്റൂ. ഓക്കെ, എല്ലാവർക്കും വണ്ടി കിട്ടിയല്ലോ. ഹലോ ഗൈസ്, ആർക്കെങ്കിലും വണ്ടി കിട്ടാൻ ബാക്കിയുണ്ടോ? ബാക്കി പറഞ്ഞോ. ഈ ക്രെയിന്റെ അടുത്ത് നിക്കല്, നിന്ന് കഴിഞ്ഞാൽ ഡിവി അടിക്കുമ്പോ നിങ്ങളുടെ വണ്ടി പിറകിലേക്ക് നീക്കി വെക്കണം. അല്ലെങ്കിൽ ഈ ക്രെയിൻ ഡിവി അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി കൂടി ഡിവി ആവും. പുറകിലേക്ക് നീങ്ങി നിക്കണം. കുറച്ച് പുറകിലേക്ക് നീങ്ങിക്കണേ. എല്ലാരും കേട്ടോ റൂൾസ് പറയാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് എത്തേണ്ടത് ചില്ലിയാർഡില് അവിടെ ഒരു ബെഞ്ച് പോലെ കെട്ടിണ്ടാക്കിയിട്ടില്ലേ, ഒരു വ്യൂ പോയിന്റ്. അവിടെ നമ്മൾ ഉണ്ടാവും. അതിനകത്തേക്ക് ഓടിക്കയറുന്ന ആദ്യത്തെ 3 പേരാണ് വിജയികള്. വണ്ടി കയറ്റണമെന്നില്ല, കാരണം അകത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതിനകത്തേക്ക് ഓടിക്കയറണം. ഓക്കെ, അതാണ് ഡെസ്റ്റിനേഷൻ. എടുത്തത് ആരെങ്കിലും പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും. ഹലോ കേക്കാമോ? അല്ല എന്താ മനസ്സിലായില്ല, എന്തോ ഒന്നുകൂടെ പറയാ ബ്രോ. ജില്ലയുടെ ലൊക്കേഷൻ പറഞ്ഞുതരാമോ?
അതൊന്നും അറിയാതാണോടാ വണ്ടി ഓടിക്കാൻ വന്നേക്കുന്നത്. പിന്നെ എന്തോത്തിനാടാ വന്നത്? ചോദിക്കാനുള്ളത് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ജില്ലയാട്. 87 ലൊക്കേഷൻ. അവിടെ എത്തിയിട്ട് വണ്ടി സൈഡ് ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ആരാണോ കേറുന്ന ഫസ്റ്റ് 3 പേർക്ക് പ്രൈസ്. അവിടെ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇനി റൂൾസ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മുടെ ഇവിടുന്ന് റൂട്ട് വരുന്നത് ഹലോ റൂൾസ് പറയാണ്, ഇനി ആരും സംസാരിക്കല്ലേ. ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് വഴികൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വഴി കൂടെ വേറെ എങ്ങോട്ട് ഡീവിയേറ്റ് ആയി പോകരുത്. നേരെ ഹൈവേ കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ പിന്നെ എങ്ങനെ ജില്ലയിടത്തേണ്ടതെന്ന്. പോസ്റ്റലൊന്നും കൂടെ പറയാം. പോസ്റ്റല് അല്ല ബ്രോ, നമുക്ക് ഇഷ്ടമുള്ള വഴി പോകാൻ പറ്റത്തില്ല. ഇഷ്ടമുള്ള വഴി പോകാൻ പറ്റത്തില്ലേ ജില്ലയാട്? ഹൈവേ കേറിട്ട് ഇഷ്ടമുള്ള വഴി പോവാം. ഇഷ്ടമുള്ള വഴി പോവാം, പക്ഷെ ഒരിക്കലും വേറെയുള്ള സ്ഥാപനങ്ങളെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതാണ് മെയിൻ കൺസേൺ. പിന്നെ ഗൺ ഫൈറ്റ് പാടില്ല. നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും വണ്ടി കൊണ്ട് തട്ടിയിടാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഡെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് EMS വന്ന് കൊടുത്തോളും, അവർ ഡിസ്ക്വാളിഫൈ ആവും. വെറുതെ ഹെൽപ്പ് ഇടേണ്ട ആവശ്യം. ഓക്കെ, നിങ്ങൾ ഹെൽപ്പ് ഇടരുത്. എന്തോ കേട്ടില്ല. ബഫൊന്നുമില്ലല്ലോ, എല്ലാം സെറ്റ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. അവിടെ എന്നുള്ളതാണ് മെയിൻ കാര്യം. ഒരു കാര്യം എല്ലാവിധ മംഗളാശംസകളും. ഓക്കേടാ മോനെ. ഹൈവേ കണ്ടിട്ട് അറിയാലോ, നമ്മടെ സ്ഥിരം വഴി. ആ പറയണ്ട റെഡി പറയണ്ട. ബ്രോ എപ്പോഴാ തുടങ്ങുന്നേ? കൗണ്ട് ഡൗൺ പറയോ? ഒന്ന് ഹീൽ ചെയ്യട്ടെ, എല്ലാവർക്കും ഒന്ന് ഹീൽ ചെയ്യട്ടെ. ഞാൻ പോയി വണ്ടി ഓഫ് ആക്കിട്ടേക്കോ. ഓക്കെ അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് റേസ് ചെയ്യാ, മാന്യമായിട്ട് റേസ് ചെയ്യാ. ഓക്കെ, മാറ്റിക്കോ, കൗണ്ട് ചെയ്തിട്ട്. സൂപ്പർ തമാശ. കൗണ്ട് ഡൗൺ തുടങ്ങിയ ബ്രാ. ബൈക്ക് റേസ് കണ്ണനെ തോപ്പിക്കാനാടാ. സിറ്റിയിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല. ഞാൻ തങ്കോ, കണ്ണനെ തോപ്പിക്കാൻ സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോടാ ബൈക്ക് റേസിന്? 7 വർഷമാണ് H2R വളയം പിടിച്ചവനെ. ഇല്ല, നിന്നെ അടിക്കും ഇപ്പം. വേണ്ടി വന്നാ നിന്നെ അടിക്കും. എടുത്ത് മാറ്റുമായിരിക്കും. നല്ല റെക്കോർഡ് ആയിരുന്നു കേട്ടോ ദൈവം. ഇതൊക്കെ ആര് നേരത്തെ പോകുന്നത്? ഇത് DV അടിക്കുമ്പോ അങ്ങ് ഇറങ്ങിയാ പോരെ? ഫസ്റ്റ് പ്രൈസ് 10 CR ആണ്, സെക്കൻഡ് പ്രൈസ് 7 CR, തേർഡ് പ്രൈസ് 3 CR. എല്ലാവർക്കും ഗുഡ് ലക്ക്. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ വേറെ വഴി കൂടെ ആൾക്കാർ കയറുന്നു. ഇതൊക്കെ എന്തിന്? ഇതൊക്കെ എലൗഡ് ആയിരുന്നോ നിങ്ങൾക്ക്? അങ്ങനെയൊക്കെ പോവാം, വഴി വേണേലും പോവാം. വേറെയുള്ള സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. നമ്മള് വേറെ വഴി പോണേ.
പിന്നല്ല. ജപ്പാൻ പൈപ്പ് ഒക്കെ എത്തില്ല. കോൺസെൻട്രേഷൻ പോണ്. ഞാൻ എടുത്തോളാം. ഫസ്റ്റ് അടിച്ച 2K. വെയിറ്റ് ഫസ്റ്റ് ഒക്കെ അടിക്കാം. നിങ്ങൾ ട്രസ്റ്റ് മീ ഗൈസ്, നമ്മള് വേ പോയിന്റ് ഒക്കെ അളന്നല്ലേ പോയത്. ഇവിടുന്ന് ഒന്ന് ചില്ലയുടെ ഏറ്റവും എളുപ്പം, മനസ്സിലായ? കണ്ണൻ ഗോട്ട് നോ കോമ്പറ്റീഷൻ. ഹലോ ഫസ്റ്റ് വണ്ടിക്ക് സ്പീഡില്ല. ഇവിടെത്തി സ്ഥലത്തെത്തി. ഇവിടെ ആരുമില്ലല്ലോ. ഹലോ, ഫസ്റ്റ് ആരോ അടിച്ചു നോക്കാം. അവിടെ ആളുണ്ട്. വ്യൂ പോയിന്റിലല്ലേ? വ്യൂ പോയിന്റില് തന്നെ നമ്മുടെ ഫസ്റ്റ് വിന്നർ എത്തിയിട്ടുണ്ട്. ഏജൻ ബ്ലാക്ക് സെക്കൻഡ് വിന്നർ എത്തി. തേർഡ് വിന്നർ അവിടെ ഒലിച്ചു പോയിരിക്കുന്നു. തേർഡ് വിന്നർ കിട്ടി. കഴിഞ്ഞു.
ഫസ്റ്റ് എത്തിയത് ഏജന്റ് ബ്ലാക്ക്, സെക്കൻഡ് കിക്ക്, തേർഡ് SRK. SRKയോ? നീ ബൈക്ക് ഓടിച്ച് ഒതുക്കി പോവാ, അതേ ഉള്ളു രക്ഷ. SRK കൺഗ്രാറ്റ്സ്, 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 കൺഗ്രാറ്റ്സ്. ആടാ തങ്ക. ഞാൻ പങ്കെടുത്തില്ല. ഞാനടാ ഒരു അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് പോടാ, ബാലം വിളിച്ചിട്ട് സിറ്റുവേഷൻ ആയിരുന്നു, ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങള് പങ്കെടുക്കട്ടാ. ബാല എന്തൊക്കെയുണ്ടാ, സുഖാണോടാ? ബാല അന്തയില്ലാത്ത അവരാ നീ? എടാ ബാല എവിടാടാ അന്തയില്ലാത്തവനെ? നീ എവിടാടാ? എടാ ഞാൻ റേസിന് വേടാ, ഫസ്റ്റ് അടിച്ച്. പിന്നല്ല ബൈക്ക് റേസിന് എനിക്ക് അറിയാലോടാ, പണ്ട് തൊട്ടേ എച്ചിട്ട് വാറില് 7 years. അല്ലല്ല, ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ മുതുകെത്തും. നമ്മള് അവന്മാരൊന്ന് ഗ്യാങ് ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യുക. ആദ്യം അവന്മാർക്ക് കിട്ടാ. അല്ലല്ല, അവന്മാർക്ക് ഇട്ട് കൊടുക്കണ്ടടാ. നിനക്കറിയാലോ എന്റെ മനസ്സിൽ ഇപ്പോഴാ കിടക്കുന്നത്. നിന്റെ മനസ്സിൽ നിന്ന് പോയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല, എല്ലായിടത്തെ നോട്ടം ഇട്ടിട്ടുണ്ട്. സ്റ്റോറേജ് എങ്ങനെ കിട്ടുന്നടാ എന്റെ മനസ്സിനകത്ത്? അപ്പൊ നടക്കട്ടാ. എന്ത് എലിവിദ്യാലയം ഇങ്ങോട്ട് പറ്റിയോലോ? ഇത് CM-ന്റെ ഗ്യാങ് ഹൗസ് ആയിരുന്നല്ലേ? ഉമ്മാറ ഗ്യാങ് ഹൗസ് ഇത്ര കിടലായിരുന്നല്ലേ? ഇനിയുണ്ടോ? ബൈക്ക് റേസാ കഴിഞ്ഞ് ജയിച്ച് പ്രൈസ് മേടിച്ചോണ്ട് വരുവാ 10 കോടി. പോസ്റ്റ് ഇടാം. മെക്കാനിക് ഉണ്ട്, ബാറിട്ടുണ്ട്. ബാറിലാണ് ഇരിക്കട്ടെ, ഒരാള് ബാറിലാണ്. ഓ ഹലോ, എടാ നായിന്റെ മോളം നായ വൈരോത്ത് പോടാ. നെയ്ന മോളെന്നാ അവ.
സൂപ്പർ ചാറ്റ് മിസ് എന്താ ഞാൻ കണ്ടില്ല. ബ്രേഗേമർ താങ്ക് യു ഫോർ മിസ് ഫോർ കള്ളൻ ഉമ്മ താങ്ക് യു സോ മച്ച് ഉമ്മ കമാൻ. മൊബൈല് കണ്ടുകൂടാ അത് വെച്ച് കുറച്ച് ഡോളേഴ്സ് എടുക്കട്ടെ. പിന്നല്ല ഇവിടുന്ന് ഇന്ത്യ മണികളുടെ കളിയായിരുന്നു. ഇന്ത്യൻ മണി. എനിക്ക് എടുത്താണ്. ഹലോ മിയോറ 600 മീറ്റർ ഉള്ളൂ എനിക്ക് സൈപ്പർ. ചെവിയിൽ എന്താ അവളുടെ ആപ്പടിച്ച് വെച്ചേക്കുന്നു. മിയോറ ആ കേറ്. കേറാൻ പറ്റുന്നില്ലല്ലോ. സിംഗിൾ സീറ്റർ ആയിരുന്നു. കഞ്ചാവ് ഇയാൾക്ക് വലിച്ചാൽ മതി, എനിക്കൊക്കെ വേണ്ട. കണ്ണാപ്പിക്ക് എടുക്കും. ഇതെന്താ വിളിച്ചോണ്ട് വരരുത്. ആ തന്തേ മോളോട് എന്തുവാടാ പരിപാടി? ആ തന്തയുള്ളവരൊക്കെ എങ്ങനെയാടാ? അല്ലേ മോളെ? എടാ മീനൂട്ടിക്കല്ലേ തന്തയുള്ളു, നിനക്കൊരു തന്ത ഇല്ലല്ലോടാ. പിന്നെ എനിക്കുണ്ടല്ലോടാ, നിനക്കല്ലടാ ഇല്ലാത്തത്. എടാ നിന്റെ തന്തയുടെ പേരെന്താ പറ? എന്റെ ഡാഡി ചത്തു പോയില്ലടാ അതിനകത്ത്. എടാ എന്റെ ഡാഡി അതുപോലെ പിന്നെ ഞാനെന്ത് പൊട്ടി മുളച്ചുണ്ടായോ?